തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ 4 പെൺകുട്ടികൾ വെള്ളത്തിൽ മുങ്ങി. 4 പേരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി. ആശുപത്രിയിൽ എത്തിച്ചു. 3 പേർ ഗുരുതരാവസ്ഥയിലെന്ന് പോലീസ് അറിയിച്ചു. സുഹൃത്തിന്റെ വീട്ടിൽ ആഘോഷത്തിന് വന്നപ്പോഴാണ് അപകടം. ലിഡിയ ജേക്കബ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. ലിഡിയ, എപ്പോൾ എങ്ങനെയാണ് അപകടമുണ്ടായത്? ആരോഗ്യനില എങ്ങനെയാണ് കുട്ടികളുടെ? 4 പെൺകുട്ടികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഇവർ സുഹൃത്തിന്റെ വീട്ടിൽ തിരുനാൾ ആഘോഷത്തിനായിട്ട് വന്നതായിരുന്നു. ആ സമയത്ത് ഇങ്ങോട്ടേക്ക് പോവുകയും തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിൽ വീഴുകയുമായിരുന്നു. അത് കണ്ടുനിന്ന ആളുകൾ പറഞ്ഞത് അത് കാൽ വഴുതി വീണതാണ് എന്നാണ്. റിസർവോയറിന്റെ കൈവരികളുണ്ട് റിസർവോയറിന്. ആ കൈവരികളിൽ നിൽക്കവേ പാറയിൽ കാൽ വഴുതി വീണതാണ് എന്നാണ് കണ്ടുനിന്ന നാട്ടുകാർ പറഞ്ഞത്. അടുത്ത ആളുകൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ ഉടൻ തന്നെ അവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികളെ എല്ലാവരെയും 4 പേരെയും ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സാധ്യമായതെല്ലാ കാര്യങ്ങളും ഡോക്ടർമാരൊക്കെ ചെയ്യുന്നുണ്ട്. CPR ഒക്കെ നൽകി വരികയാണ്. അതിൽ 3 പേർ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. നിലവിൽ എല്ലാവരെയും തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവർ അടുത്ത് നിന്ന് കണ്ടവർ പറയുന്നത് ഇത്തരത്തിൽ കാല് വീണാണ് കുട്ടികൾ താഴേക്ക് വീണത്, വെള്ളത്തിലേക്ക് വീണത് എന്നായിരുന്നു. 4 പേർക്കും നീന്തലോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ലാത്ത കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിൽ നാട്ടുകാരൊക്കെ ചാടി ആണ് രക്ഷപ്പെടുത്തിയത്. ഒപ്പം ഇത്തരത്തിൽ ഒരു കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ 4 കുട്ടികളുടെ നില ഗുരുതരമാണ്. ആശുപത്രി അധികൃതരും ഡോക്ടർമാരൊക്കെ സാധ്യമായ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ലിഡിയ, ഇതിപ്പോൾ ഒരാൾ മുങ്ങിയപ്പോൾ ബാക്കിയുള്ളവർ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായ അപകടം, അങ്ങനെ എന്തെങ്കിലും ആണോ? സ്നേഹ, അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമല്ല. കാരണം എങ്ങനെയാണ് ഈ 4 പെൺകുട്ടികളും ഒരുമിച്ച് അങ്ങോട്ടേക്ക് വീണത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഒരാൾ വീണതിന് ശേഷം മറ്റുള്ളവർ രക്ഷിക്കാൻ ചാടിയതാണോ എന്നതിനെ പറ്റി അത്തരത്തിലാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം 4 പെൺകുട്ടികളും ഒരുമിച്ച് വീഴുകയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു വാർത്തയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരാൾ വീണ് അവരെ രക്ഷിക്കാനാണോ മറ്റുള്ളവർ ചാടിയതാണോ എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. വരുന്ന മണിക്കൂറുകളിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ലഭ്യമാകുമെന്നാണ് നമുക്ക് അറിയുന്നത്. ഇവർ 3 പേർ, അതായത് 3 പേർ തൃശൂർ പട്ടിക്കാട് സ്വദേശികളാണ് എന്ന് അറിയുന്നു. സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്നതാണ്. ഒരു തിരുനാൾ ആഘോഷത്തിനായിട്ട് സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരുന്നത്. ഭാഗ്യവശാൽ നാട്ടുകാർ ഒപ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആളുകൾ അടുത്തുണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കാനായി, വെള്ളത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് കുട്ടികളെ എടുക്കാനായി, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനും അവരെ രക്ഷിക്കാനുമായിട്ടുണ്ട്. ലിഡിയ, ഇതിപ്പോൾ എത്ര പ്രായമുള്ള കുട്ടികളാണ് എന്ന് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ലിഡിയ? കുട്ടികളുടെ പേരോ വിവരങ്ങളോ അല്ലെങ്കിൽ പ്രായമോ സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നിലവിൽ ലഭ്യമല്ല. വരും മണിക്കൂറുകളിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ലഭ്യമാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 4 പേരും പെൺകുട്ടികളാണ്. അതിൽ 3 പേർ തൃശൂർ പട്ടിക്കാട് സ്വദേശികളാണ് എന്ന് അറിയുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് പ്രായവും അതുപോലെ ഏത് സ്ഥലത്തുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ആരുടെ മക്കളാണ്, അല്ലെങ്കിൽ പേരെന്താണ് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. എന്നാൽ പോലും തൃശൂർ ജൂബിലി ആശുപത്രിയിൽ 4 കുട്ടികളെയും കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നറിയുന്നു. തൃശൂർ പീച്ചി ഡാമിന്റെ റിസർവോയറിലാണ് 4 കുട്ടികൾ മുങ്ങിയത്. പെൺകുട്ടികളാണ് 4 പേരും. 4 പേരെയും രക്ഷപ്പെടുത്തി നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് പോലീസ് അടക്കം നൽകുന്ന വിവരം. 4 പെൺകുട്ടികളാണ് പീച്ചി ഡാമിന്റെ റിസർവോയറിൽ വീണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ലിഡിയ ജേക്കബ് വിവരങ്ങൾ പങ്കുവച്ചത്.